സം റാൻഡം ആൻറ്റിമാർ ഇപ്പോൾ അയൽവക്കത്തെ പിള്ളേർ വെളിയിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള ചില ക്വസ്റ്റ്യൻസ്. അല്ല മോളെ, നിങ്ങൾക്ക് അവിടെ ഹോസ്റ്റലില്ലേ? കൊച്ചെന്തിനാ വെളിയിൽ നിൽക്കുന്നത്? ഹോസ്റ്റലിൽ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഇല്ലേ? അല്ല, ഇതിപ്പോൾ എന്തായാലും പക്ഷേ ഒത്തിരി അങ്ങ് മാറിപ്പോയിരുന്നു കേട്ടോ. ഇതൊന്നും നമുക്ക് ചേരത്തില്ല. അതൊക്കെ അവിടെ ഇട്ടാൽ മതി. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലോ ഈ കാണുന്ന ആൾക്കാരൊക്കെ പറയിപ്പിക്കണ്ടേ? അയ്യോ, ഇതെന്തിനായിരുന്നു ഞാൻ നല്ല മുടി വെട്ടിക്കിടന്നത്? നല്ല രസമുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു കാണാൻ. ഇവിടെ വരെയും കിടക്കുന്ന നല്ല മുടി കാണാൻ രസമായിരുന്നു. ഈ കൊച്ചിന് ഇതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ? സെയിം ആദ്യമാരുടെ പിള്ളേർ വെളിയിൽ പോയിട്ട് വരുമ്പോൾ അവരിങ്ങനെ ഒരു ചേഞ്ച് കാണിച്ചാൽ എങ്ങനെ ഇരിക്കും? അതായത് നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വെച്ചു. പിന്നെ അറിയാൻ മുടി വെട്ടിയത് അത് അവരുടെ കോളേജിലെ ക്യാമ്പ് അപ്പോൾ അവർ മറ്റേ ക്യാൻസർ പേഷ്യന് വേണ്ടി ഡൊണേറ്റ് ചെയ്തതാണ്. എത്രയോ പിള്ളേർ, എത്രയോ കുഞ്ഞു കുട്ടികൾക്കൊന്നും മുടിയൊന്നും ഇല്ലാന്ന്, അതുകൊണ്ട് ഇവിടെ വെട്ടിക്കളഞ്ഞതാ. അത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ അതെന്നാന്ന് വെച്ചാൽ കൂടുതലുള്ള പിള്ളേരൊക്കെ നടക്കുമ്പോഴേ ഇച്ചിരി അങ്ങ് എന്തോ പോലെ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങ് ഇടണ്ട, അവിടെ അങ്ങ് ഇട്ടാൽ മതി. അവിടെ മാത്രമേ ഞാൻ സമ്മതിക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ ഒന്നും സമ്മതിക്കത്തില്ല. ഞാൻ വെളിയിൽ നിൽക്കുന്നത് എന്നാണെന്നറിയാവോ? അത് അവർക്ക് ആ ഹോസ്പിറ്റൽ ഫുഡൊന്നും പിടിക്കുന്നില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. ആശുപത്രിക്ക് ഇതത്തോട് കയറി അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് ഇവിടെ കയറി വന്നത്. ഇവിടെ കൊണ്ടുപോയി ഞങ്ങൾ മടുത്ത് ആശുപത്രി. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നല്ല പിള്ളേരുടെ കൂടുതലുള്ളത്. അപ്പോൾ 2 പേര് കൂടിയിട്ട് അങ്ങ് വെളിയിൽ നിൽക്കി നമ്മൾ പിന്നെ ഉണ്ടാക്കാനും നമുക്ക് ഇച്ചിരി അരിയും പച്ചക്കറിക്കൊന്നും കൊടുത്തു വിട്ടാൽ മതി. റീസെറ്റ് ചോദിക്കുക, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലേ?